ഓനാ ആങ്ങളെ സംരക്ഷിക്കണ്ടേ. ഭാര്യ സന്താനങ്ങൾ ആരാ സംരക്ഷിക്കണ്ടേ? ഈ 2 തെങ്ങോണ്ട് ഓൻ തന്നെ നോക്കണം കേട്ടാ. അപ്പൊ ഓന്റെ ബാധ്യതയാണ് ഈ 2 തെങ്ങോണ്ട് ഓൻ തീർക്കേണ്ട ബാധ്യതകളാണ് മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, പിന്നെ കല്യാണം കഴിക്കാതെ വീട്ടിലുള്ള പെങ്ങന്മാര്. ഇനി കല്യാണം കഴിഞ്ഞ തൊലാക്കൊക്കെ പറഞ്ഞ് പുറേ വന്ന് നിൽക്കണ്ടെങ്കിൽ ഓളും കുട്ടികളും. ഇതൊക്കെ ആര് ബാധ്യതയാണ്? ഓന്റെ ബാധ്യത തന്നെയാളെ. ഈ 2 തെങ്ങോണ്ടോ അതൊക്കെ കാട്ടിക്കൂട്ടണ്ടേ? ഇനി നമുക്കുള്ളൊരു തെങ്ങ്, ഈ ഒരു തെങ്ങോണ്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. ആ തെങ്ങിന് തടം പോലും നമ്മൾ കെട്ടണ്ട. അതാരാ കെട്ടണ്ടേ? നിന്റെ ബാധ്യത ആർക്കാണ് മക്കളെ? നൗഷാദിക്കല്ലേ? ആർക്കാ നമ്മളെ ബാധ്യത? നൗഷാദിക്കൊക്കെ നിങ്ങളതൊന്നുമില്ല, ഇന്റത് മാത്രം. നൗഷാദിക്കൊക്കെയാണ് നമ്മളെ ബാധ്യത ഉള്ളത്. അപ്പൊ മൂപ്പരാ നോക്കേണ്ടത്. ഭാര്യ സന്താനങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ തെങ്ങിനെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലും എനിക്കില്ല. എനിക്ക് കിട്ടിയ സമ്പത്ത് കൊണ്ട് ഞാൻ എന്നെ പോലും സംരക്ഷിക്കേണ്ടതില്ല. എനിക്കൊരു കടലമിഠായി പോലും എൻ്റെ പൈസ കൊണ്ട് വാങ്ങണ്ട. എനിക്ക് കടലമിഠായി വാങ്ങി തരേണ്ടത് ആരാ? നൗഷാദിക്കാണ്. ആരാ നമുക്ക് കടലമിഠായി വാങ്ങി തരണ്ടേ? എന്നൊക്കെ ഒന്നുമില്ല. ഇവിടെ ചമ്പക്കുത്ത് ആര് കല്യാണം കഴിഞ്ഞിട്ടില്ലേ? എന്നാ ധൈര്യമായിട്ട് മൂപ്പരെ പേര് പറഞ്ഞോളി. ആരാ വാങ്ങി തരണ്ടേ? മൂപ്പര് തന്നെയാളെ.